ഒരു പുതുവർഷത്തിൻ്റെ പുലരി കൂടെ കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ നൽകിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കാരണം ഒരു വർഷം കൂടെ കാണുവാൻ ദൈവം സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ സാക്ഷ്യം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ 2025 ശുഭപ്രതീക്ഷയോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടെ ഒത്തിരി സ്വപ്നങ്ങളുമായി തുടക്കം കുറിച്ച അനേകർ ഈ 2026 ആരംഭം കാണുവാൻ കഴിയാതെ വണ്ണം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒത്തിരി സന്തോഷിക്കാൻ വകയുണ്ട്, കർത്താവിനെ സ്തുതിക്കാൻ വകയുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ അല്പസമയങ്ങളും കൂടെ ആയിരിക്കാം. ആരും ഉറങ്ങിപ്പോകരുത്. എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ നല്ല സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടൊക്കെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചതുപോലെ 2025 ഒത്തിരി പ്രതീക്ഷകളോടെ ഒത്തിരി സ്വപ്നങ്ങളുമായി തുടക്കം കുറിച്ച് ഒത്തിരി പേര് ഈ 2026 പ്രാരംഭം കാണാൻ കഴിയാതെ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു, അല്ലേ? സ്തോത്രം. നമ്മേക്കാൾ പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, മിടുക്കന്മാർ, കഴിവുള്ളവർ, ബുദ്ധിമാന്മാർ, ശ്രേഷ്ഠന്മാർ ഒക്കെ ഈ ലോകം വിട്ടുപോയപ്പോൾ എത്രയോ കുടുംബങ്ങളിൽ ദുഃഖത്തിന്മേൽ ദുഃഖം തളം കെട്ടിയപ്പോൾ, എത്രയോ കുടുംബങ്ങളിൽ അവർ ഉറ്റവർ, പ്രിയപ്പെട്ടവർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എന്തിനേറെ ഇന്നും നമ്മുടെ ഇടയിലും പലരും വേർപാടിൻ്റെയും ദുഃഖത്തോടെയും ഭാരത്തോടെയും ആയിരിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിലും ആശ്വാസം നൽകി, ബലം നൽകി കർത്താവ് നമ്മെ ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ട്. ആമേൻ. ഇത്തരത്തിൽ നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച് നിൽക്കുമ്പോൾ നമുക്കൊറ്റ വാക്കേ പറയാനുള്ളൂ. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്ക്. സ്തോത്രം. 1 ശമൂവേൽ 7:12 തോന്നുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നൊരു വാക്കുണ്ട്. ശമൂവേൽ പ്രവാചകൻ താൻ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനിനും മധ്യേ നാട്ടിയിട്ട് ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബെനേസർ എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വയം കഴിവുകൊണ്ട്, ആരോഗ്യം കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തിയതല്ല, കർത്താവ് നമ്മെ എത്തിച്ചതാ. പാട്ടുകാരൻ പാടുന്നത് പോലെ നമ്മൾ നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാ. ആമേൻ. ആകയാൽ ഇന്ന് രാത്രികാലം ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾക്കൊരു പുതിയ പ്രതിഷ്ഠയോടും പുതിയ തീരുമാനത്തോടും ജീവിതത്തിൽ ഒന്നുകൂടെ കണ്ടുണർന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനുള്ളതായ ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പുതുവർഷം വരുമ്പോഴാണ് ഒത്തിരി പേര് പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ തീരുമാനം എടുക്കുന്നതും തീരുമാനം ചെയ്തില്ല എന്ന് പറയുന്നതും ഈ വർഷത്തിൻ്റെ ഈ അവസാനവും ഇതുപോലുള്ള മീറ്റിങ്ങിലാണ്. ഏറ്റവും അവസാനം പറയും, കഴിഞ്ഞ വർഷം ഞാൻ നല്ല തീരുമാനം എടുത്തു, പക്ഷേ കൃപയാൽ അത് പൂർത്തീകരിക്കാൻ ഇടയായില്ല. പിന്നെ കുറേ പേര് പറയും, ഈ വർഷം ഞാൻ പുതിയ തീരുമാനം എടുത്തു. മോശമാണെന്നല്ല പറയുന്നത്, നല്ല കാര്യം തന്നെയാണ്, എടുക്കണം. സ്തോത്രം. പക്ഷേ നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ത്രെഡ്മില്ല് മേടിച്ച് വെക്കുന്ന പോലെ ആയിപ്പോകരുത്. അറിയാമോ? ചിലർക്ക് ഉഷാർ കയറിയിട്ട് പെട്ടെന്ന് ത്രെഡ്മില്ല് മേടിച്ച് വെക്കും. ആദ്യത്തെ 4 ദിവസം ആദ്യത്തെ രണ്ടാഴ്ച ഉപയോഗിക്കും, പിന്നെ തുണി ഉണക്കാൻ ഉപയോഗിക്കും. അതുപോലെ ആവരുത് നമ്മുടെ തീരുമാനം. നമ്മൾ എടുക്കുന്ന ദിവസത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ 2026 പുതിയ തീരുമാനത്തോടും പുതിയ പ്രതീക്ഷയോടും കൂടെ മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവമക്കളെ, ഈ 2026 എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല, അല്ലേ? ഒത്തിരി സംഭവങ്ങൾ ഒരുപക്ഷെ നാം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വെല്ലുവിളികൾ, സംഭവങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ ഒക്കെ ഒരുപക്ഷെ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ധൈര്യം ശോഷിച്ചു പോകരുത്. എന്തെല്ലാം കേട്ടാലും എന്തെല്ലാം സംഭവിച്ചാലും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ധൈര്യം ശോഷിച്ചു പോകരുത്. യിരെമ്യാ പ്രവചനം 51-ാം അധ്യായം അതിൻ്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ
ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദേശത്ത് കേൾക്കുന്ന വർത്തമാനം. ദേശത്ത് കേൾക്കുന്ന, വായിച്ചൊന്ന് യിരെമ്യാ 51:46. ഒരാണ്ടിൽ ഒരു വർത്തമാനം, പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനം കേൾക്കുമ്പോഴും സാഹസ്യ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്. നിങ്ങൾ ഭയപ്പെടുകയും അരുത്. ദൈവമക്കളെ, നമ്മൾ ഈ 2026-ൽ ഒരുപക്ഷെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത അനവധി വാർത്തകളും വാക്കുകളും സംഭവങ്ങളും നമ്മൾ കേൾക്കേണ്ടി വന്നാലും നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകരുതെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാരണം, സ്തോത്രം, അതിൻ്റെ കാരണം ഇതിൻ്റെ മധ്യത്തിലെല്ലാം ഇതിൻ്റെ മേലിൽ ആധിപത്യമുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്, നാം സേവിക്കുന്നത്. ഏത് സംഭവ വികാസങ്ങൾ വന്നാലും അതിൻ്റെ മേൽ അധികാരമുള്ള ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ ദൃഷ്ടി തൻ്റെ ജനത്തോടൊപ്പം ഉള്ളത് കൊണ്ട് ഏത് പ്രതിസന്ധിയിലും, ഏത് വരൾച്ചയിലും, ഏത് ക്ഷാമത്തിൻ്റെയും മധ്യത്തിൽ ഒരു ദൈവവേദൽ മേൽക്കുമേൽ ബലം പ്രാപിക്കണം. നമ്മൾ ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല, ഓരോ ദിനവും ഏത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ബലം പ്രാപിക്കുന്നവരായി തരണം. ആ സംവത്സരങ്ങൾ കഴിയും തോറും അവൻ നമ്മെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. 5-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം പറഞ്ഞിരിക്കുന്നു, നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ചില നന്മയുടെ വർഷമായി, ചില വളർച്ചയുടെ വർഷമായി, ചില മുന്നേറ്റത്തിൻ്റെ വർഷമായി, ചില അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ 2026 BPCയിൽ പോസ്റ്റ്മോത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് 2026 will be the year of divine increase. ഒരു വളർച്ചയുടെ, ഒരു മുന്നേറ്റത്തിന്റെ, ഒരു അഭിവൃദ്ധിയുടെ, ഒരു വിശാലതയുടെ ഒരു വർഷമായിരിക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അടുത്തിരിക്കുന്ന ആൾ കൈരം കൊടുത്തിട്ട് പറ, ഈ വർഷം ഒരു ഇൻക്രീസ്, ഒരു വളർച്ചയുടെ വർഷമാണ്. ഇറ്റ്സ് എ ഇയർ ഓഫ് ഡിവൈൻ ഇൻക്രീസ്. ധൈര്യത്തോടെ പറ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഡിവൈൻ ഇൻക്രീസിന്റെ വർഷമാണ്. ആമേൻ. സമസ്ത മേഖലകളിലും, വാട്ട് ആർ ദ ഏരിയാസ്, ഏത് ഏരിയയിലായാലും, ഹല്ലേലൂയ, നിങ്ങളുടെ ഭൗതികമായ, ശാരീരികമായ, ആത്മീകമായ ജീവിതത്തിന്റെ ഏത് മണ്ഡലങ്ങളിലും 2026 ഒരു ഇൻക്രീസ് വർഷമായിരിക്കും, ഒരു അഭിവൃദ്ധിയുടെ വർഷമായിരിക്കും. ആമേൻ. കഴിഞ്ഞ വർഷം നമ്മളൊരു തീം എടുത്തു. എന്തായിരുന്നു? എൻലാർജ്മെന്റ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് സാക്ഷ്യം ചോദിച്ചാൽ പറയാൻ കഴിയും, കഴിഞ്ഞ വർഷത്തെ തീം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി. ഹല്ലേലൂയ. ആ സാക്ഷ്യം പറയാൻ കഴിയുന്ന ഉയർത്തിയേ. എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു എൻലാർജ്മെന്റ്, എൻ്റെ ഭൗതിക ജീവിതത്തിൽ, എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ കുടുംബ മണ്ഡലത്തിൽ, എൻ്റെ തലമുറയോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു ഡിവൈൻ എൻലാർജ്മെന്റ് എനിക്ക് തന്നുവെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ 2026 പ്രാരംഭത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ, ഈ വർഷം കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകാൻ പോകുകയാണ്. സ്തോത്രം. ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ വർഷത്തെ പ്രോമിസ് വാക്യം, അതിനോടുള്ള ഒരു വാക്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ നിർത്താം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം 9-10 വാക്യം. ഞാൻ ആ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണമേ. ദിസ് ദ വേർഡ്സ്, ഈ വാക്യമാണ് എനിക്ക് നിങ്ങൾക്ക് ഈ വർഷത്തിന്റെ പ്രാരംഭത്തിൽ നിങ്ങളോട് പറയുവാനുള്ളത്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഫോർ ദ ഡിവൈൻ ഇൻക്രീസിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പറയാനുള്ള ഈ വർഷത്തിന്റെ പ്രോമിസ് വാക്യമായി പറയുന്നത് ഈ വാക്യമാണ്. അവൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യ പ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും
മൃഗങ്ങളെയും എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദികാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ആ വാക്യം അടിവരയിട്ടേക്കണം. സ്തോത്രം. ഈ വർഷം ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ള വാക്യമാ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഈ കുടുംബത്തിൽ, ഈ ദൈവസഭയിലുള്ള ദൈവമക്കൾക്ക് ദൈവം അനുകൂലമാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണെന്ന് പൗലോസ് വിളിച്ചു ചോദിച്ചെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, 2026 ഒറ്റ ഒരു വ്യക്തിക്കും നിനക്ക് എതിരായി നിൽക്കാൻ കഴിയത്തില്ല. ഒരു ശത്രുവിനും നിനക്ക് എതിരായി നിൽക്കാൻ കഴിയത്തില്ല. കാരണം നിനക്ക് അനുകൂലമായിരിക്കുന്നത് സാക്ഷാൽ ജീവനുള്ള ഒരു കർത്താവാണ്. കർത്താവ് വിളിച്ചു പറയാ, ഞാൻ നിനക്ക് അനുകൂലമാണ്. എവിടെയൊക്കെ നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നോ, എവിടെയൊക്കെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നു, എവിടെയൊക്കെ ജീവിതത്തിൽ പ്രതികൂലമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കടന്നു പോകുന്നു, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം നിനക്ക് അനുകൂലമാകാൻ പോകുകയാ. അവൻ നിനക്ക് അനുകൂലമാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് എന്ത് ചെയ്യും? തിരിയും. ഹല്ലേലൂയ. കർത്താവ് നമ്മളിലേക്ക് തിരിയാൻ പോകുകയാ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. കർത്താവ് ഈ വർഷം ചില കുടുംബങ്ങളോട് തിരിയുന്ന വർഷമാ, ചില വ്യക്തികളിലേക്ക് തിരിയുന്ന വർഷമാ, ചില തലമുറകളിലേക്ക് തിരിയുന്ന വർഷമാ. എന്തിനാണെന്നറിയാമോ? നിന്നെ വർദ്ധിപ്പിക്കാൻ. അല്ല, കർത്താവ് നിനക്ക് അനുകൂലമായിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നെ വർദ്ധിപ്പിക്കാൻ. ഹല്ലേലൂയ. നീ പിശാച് എപ്പോഴും ശ്രമിക്കുന്നത് നമ്മൾ ശോഷിക്കണമെന്നുള്ളത്. ഞാൻ അതിലേക്ക് വരാം. എന്നാൽ കർത്താവ് ഇവിടെ പറയുന്നു, ഒരു വർധനമെന്ന് പറയുന്നത് ഒരു വെറും വാക്കിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇതൊരു ദൈവിക പ്രവൃത്തിയാണ്. സ്തോത്രം. ഇതൊരു ദൈവിക പ്രവൃത്തിയാണ്. ഒരുവനിൽ വർധന വരുത്തുക, വിശാലത വരുത്തുക, അഭിവൃദ്ധി വരുത്തുക, ഇതെല്ലാം ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഇടയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, ഞാൻ വിശ്വസിക്കുന്നു 2026 പോസ്റ്റ്മൂത്ത് സഭയിൽ ഒരു വർധന സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സ്തോത്രം. കുടുംബങ്ങളിൽ വർധന ഉണ്ടായാൽ സഭയ്ക്കകത്തൊരു വർധനയാണ്. ആമേൻ. നിങ്ങൾക്ക് നന്മ വർദ്ധിച്ചാൽ അത് സഭയുടെ നന്മയുടെ വർധനവാ. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെ സ്തോത്രം അഭിവൃദ്ധി വരുമ്പോൾ അത് സഭയുടെ അഭിവൃദ്ധിയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം 2026 നിങ്ങളുടെ കുടുംബങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ മാത്രമല്ല, ദൈവസഭയ്ക്കകത്തും ഒരു അഭിവൃദ്ധി സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. അപ്പോൾ ഈ വർധനവ് വരുത്തുക, വർധനവെന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കുന്നത്. അതായത് വളർത്തുക, വർദ്ധിപ്പിക്കുക, വിശാലമാക്കുക, ഇതൊക്കെ ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം അവന് ആദ്യം കൊടുത്ത വാഗ്ദത്തം എന്താണെന്നറിയാമോ? സ്തോത്രം. നിങ്ങൾ വർദ്ധിച്ചു വരുവീൻ, വർദ്ധിച്ചു പെരുകുവീൻ എന്നുള്ളതാ. ഒന്ന് വായിച്ചേ, 1:28, ഉൽപ്പത്തി പുസ്തകം 1:28. നിങ്ങൾ നിറഞ്ഞു പെരുകി, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂതര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കണമേ, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇൻക്രീസ് എന്നാണ് ചില വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് ഇൻക്രീസ്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിക്കണം. ഹല്ലേലൂയ. അല്ലേ സ്തോത്രം. ദൈവം അത് ഒരു വാഗ്ദത്വമാണ്, സന്താനപുഷ്ടിയുള്ളവരെ വർദ്ധിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഈ 2026 ഇതിവിടെ സംഭവിക്കും. ചില കുടുംബങ്ങളിലൊക്കെ അല്ല ഒരു വർധന സംഭവിക്കും. ആമേൻ. വിശ്വസിച്ച് ഏറ്റെടുത്തോ? ഹല്ലേലൂയ. വിശ്വസിച്ച് ഏറ്റെടുത്തോ? ചില കുടുംബങ്ങളിലൊക്കെ തലമുറയുടെ വർധന ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അതിവിടെ സംഭവിക്കും. 2026 കഴിയുമ്പോൾ ചിലരൊക്കെ എഴുന്നേറ്റ് സാക്ഷ്യം പറയും, എൻ്റെ കുടുംബത്തിനകത്ത് ഒരു വർധനവിന്റെ വർഷമായിരുന്നു. ഇവിടെ കർത്താവ് പറയുക, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിക്കുവീൻ. ഹല്ലേലൂയ. സ്തോത്രം. ജനം നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്നും വർധന പ്രാപിക്കണമെന്നും വിശാലത പ്രാപിക്കണമെന്നുള്ളതെല്ലാം ദൈവിക പദ്ധതിയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എവിടെ ദൈവിക പദ്ധതി ഉണ്ടോ അതിന് എതിരെ നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്.
എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയെ പൊളിക്കുക എന്നുള്ളതാ പിശാചിന്റെ പദ്ധതി. ആമേൻ. നമ്മെ വർദ്ധിപ്പിക്കാൻ ദൈവം ഒരുങ്ങുമ്പോൾ അടുത്ത ഭാഗത്തുകൂടെ പിശാച് ശ്രമിക്കുന്നത് നിന്നെ ശൂന്യമാക്കാനാ, നിന്നെ ഇല്ലായ്മ ചെയ്യാനാ, നിന്റെ നന്മയെ ചോർത്തിക്കളയാനാ, നിന്റെ അഭിവൃദ്ധിയെ ചോർത്തിക്കളയാനാ പിശാച് ശ്രമിക്കുന്നത്. സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ അതാണല്ലോ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, മുടിപ്പാനും അറുപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ആമേൻ. അപ്പോൾ ഇങ്ങനെ പിശാച് ശ്രമിക്കുമ്പോഴും സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുക, ഇല്ലാത്തടത്ത് നിന്ന്, അനുകൂലമല്ലാത്തടത്ത് നിന്ന്, സാഹചര്യം യോഗ്യമല്ലാത്തടത്ത് നിന്ന് സ്തോത്രം ഹല്ലേലൂയ അവിടെ നിന്ന് നിന്നെ വർദ്ധിപ്പിക്കാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തം. അപ്പോൾ പക്ഷേ നമ്മുടെ കയ്യിൽ ഒന്നും കാണത്തില്ല, പക്ഷേ നമ്മുടെ കർത്താവിനെ ചിലത് സ്തോത്രം വിളിച്ചു വരുത്തി നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും, വിളിച്ചു വരുത്തി നമ്മെ വർദ്ധിപ്പിക്കാൻ കഴിയും. ഇല്ലാത്തടത്ത് ചിലതിനെ വിളിച്ചു വരുത്താൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ സ്തോത്രം. എസ്കേൽ 36:29 വാക്യം വായിച്ചേ. ആ ആ ആ ഞാൻ ധാന്യം വിളിച്ചു വരുത്തി എന്ത് ചെയ്യും? വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞാൽ ക്ഷാമമാണെങ്കിലും തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിന് വേണ്ടി ക്ഷാമം വരുത്താതെ ധാന്യം എന്ത് ചെയ്യും? വിളിച്ചു വരുത്തും. നിന്റെ കൈ ശൂന്യമാ, നിന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ ദൈവം പറയുന്നു നിന്റെ ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ, നിന്റെ ചിന്ത കൊണ്ട് നോക്കുമ്പോൾ ഒന്നിനും സാധ്യതയ്ക്ക് വഴിയില്ല, വളർച്ചയ്ക്ക് സാധ്യതയില്ല, ഒരു വർധനവയ്ക്ക് ഒരു വഴി കാണുന്നില്ല. പക്ഷെ കർത്താവ് പറയാ, നിന്റെ കയ്യിൽ ഒന്നുമില്ലാതിരിക്കുമ്പോഴും ഞാൻ വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ദൈവമാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൂതത്തെടുക്കട്ടെ. ഇല്ലാത്തടത്ത് നിന്ന് വിളിച്ചു വരുത്താൻ കഴിയുന്ന ദൈവം. ഹല്ലേലൂയ. വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അല്ല, മെഡിക്കൽ സയൻസ് നോ എന്ന് പറയുന്നിടത്ത്, നിന്റെ ജോലി മണ്ഡലങ്ങൾ നോ എന്ന് പറയുന്നിടത്ത്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഈ 2026 ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ അത് സംഭവിക്കട്ടെ. യെസ്, ഹല്ലേലൂയ. വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ജീവിത സാഹചര്യം വെച്ച് നോക്കിയാൽ, അവസ്ഥ വെച്ച് നോക്കിയാൽ വർദ്ധിക്കാൻ യാതൊരു സാധ്യതയില്ല, യാതൊരു സാധ്യതയില്ല. എന്നാൽ അതിനുള്ള റീസോഴ്സ് കയ്യിലില്ലെങ്കിലും കർത്താവ് ചിലതിനെ വിളിച്ചു വരുത്തി നിന്നെ വർദ്ധിപ്പിച്ച് തൻ്റെ വാഗ്ദത്തം നിറവേറ്റും. ഈ 2026 ദൈവസഭയോടുള്ള വാഗ്ദത്തം ദ ഡിവൈൻ ഇൻക്രീസ് ആണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. ചുറ്റുപാടുകൾ നോക്കിയാൽ, സാഹചര്യം നോക്കിയാൽ ഒരു റിസോഴ്സും ഇല്ലെങ്കിലും, സാഹചര്യം അനുകൂലമല്ലെങ്കിലും അതിൻ്റെ മധ്യത്തിൽ സ്തോത്രം ഒന്നുമില്ലാത്തടത്ത് ചിലത് വിളിച്ചു വരുത്തി നമ്മുടെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് തൻ്റെ വാഗ്ദത്തത്തെ നിറവേറ്റുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. അതുകൊണ്ട് ഇവിടെ പറയുന്നു അത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട അബ്രഹാമിൻ്റെ ജീവിതം. ഞാൻ സ്തോത്രം നമ്മുടെ പാസ്റ്റർ എബിൻ ഈ വർധനവിനെ കുറിച്ച് വ്യക്തമായി ആ ശനിയാഴ്ച ദിവസം സംസാരിപ്പിടയായി. ഞങ്ങൾ തമ്മിൽ ഈ വിഷയം ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. എൻ്റെ ഈ വർഷത്തെ ഞങ്ങളുടെ തീം ഇതാണ്, ദ ഡിവൈൻ ഇൻക്രീസ് ആണ്. അതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ സംസാരിച്ച ആ വിഷയങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ എടുക്കുവാനിടയായി തീർന്നു. ഞാൻ അതിലേക്കെങ്ങും പോകുന്നില്ല. സ്തോത്രം. അബ്രഹാമിൻ്റെ ജീവിതം അതിന് വ്യക്തമായ ഉദാഹരണമാണ്. നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ സന്താന പുഷ്ടിയുള്ളവരായി പെരുക്കും, വർദ്ധിപ്പിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു. പക്ഷേ സാഹചര്യം അനുകൂലമല്ലായിരുന്നു. ജീവിതം, തൻ്റെ ശരീരം, തൻ്റെ ഭാര്യയുടെ ശരീരം അതിന് അനുകൂലമല്ലായിരുന്നു. പക്ഷേ സ്തോത്രം, എങ്കിലും അനുകൂലമല്ലാത്തടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി വർദ്ധിപ്പിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. അവിടെയും ഒരു വർധനവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം തരുന്ന വർധനവ് അത് ഒരു തലമുറ കൊണ്ട് അവസാനിക്കുന്നതല്ല. ശ്രദ്ധിച്ചേ, ദൈവം തരുന്ന വർധനവ് ഒരു തലമുറ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ഇസ്ഹാക്ക് കൊണ്ട് തീരുന്നതല്ല ആ അനുഗ്രഹം. മറിച്ചോ ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക്, യാക്കോബിൽ നിന്ന് അല്ല സ്തോത്രം എബ്രായ പിതാക്കന്മാരിലേക്ക്, ഗോത്ര പിതാക്കന്മാരിലേക്ക്, തലമുറകളിലേക്ക് പകരുന്നതാണ്
ദൈവികമായ വാഗ്ദത്തം. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ഇസാക്ക് കൊണ്ടോ യാക്കോബ് കൊണ്ടോ അവസാനിക്കുന്ന ഒന്നല്ല, തലമുറ തലമുറയായി അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തലമുറ തലമുറയായി വർദ്ധിപ്പിക്കും. 115 സങ്കീർത്തനം അതിന്റെ 14 വാക്യം എന്ന് വായിച്ച 115:14. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വർധനവ്. അപ്പോൾ ഒരു വർധനവ് ഒരു മണ്ഡലത്തിൽ ഒതുക്കി നിർത്തുകയല്ല, തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വാഗ്ദത്തമാണ്. 2026 ഒരു ആത്മീക അഭിവൃദ്ധി, ആത്മീക വർധനവ് നിങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാനല്ല, അത് നിങ്ങളുടെ തലമുറയിലേക്ക് പകരപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മിലൊരു വർധനവുണ്ടായാൽ അത് എവരിലേക്ക് പോകും? തലമുറയിലേക്ക് പോകും. അപ്പോൾ ആത്മീകമായ ഒരു വർധനവ് നമ്മളിൽ ഉണ്ടായാൽ അത് തലമുറകളിലേക്ക് വർദ്ധിക്കപ്പെടുമെന്നാണ് കാണുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ ഈ വർധനം എന്ന് പറയുന്നത്, അപ്പം ഈ ദൈവത്തിന്റെ വർധനം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ബ്ലെസ്സിംഗ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് അബൌട്ട് എക്സ്പാൻഡിങ് ഹിസ് കിങ്ഡം, ഗ്രോയിങ് ഇൻ ഫെയ്ത്ത് ആൻഡ് സ്റ്റെപ്പിംഗ് ഇൻ ദ പർപ്പസ് ഓഫ് ദാറ്റ്സ് ബിഗർ ദാൻ വാട്ട് യു ആർ തിങ്കിങ്. നിങ്ങൾ ചിന്തിക്കുന്ന അപ്പുറമായിട്ടുള്ള ഒരു ദൈവിക പ്രവൃത്തിയിലേക്കൊക്കെ വർദ്ധിപ്പിക്കുന്ന വർധനവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽ ബ്ലെസ്സിംഗ് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വർധനവല്ല. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കണം, 2025 അപ്പോൾ ഈ വർധനവെന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഇൻക്രീസ്, ഒരു വിതയുടെ, നമുക്കറിയാം കൊയ്ത്തിന്റെ അനുഭവം നമുക്കറിയാം. കൊയ്ത്തെന്ന് പറഞ്ഞാൽ ഒരു വർധനവാണ്. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് വിതയ്ക്കുന്നത് വർദ്ധിച്ചു വരുന്നതാണ് കൊയ്ത്ത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 2025 നിങ്ങൾ വിതച്ചതൊക്കെ കൊയ്യാൻ പോകുകയാണ്. 26 എന്തൊക്കെ നിങ്ങൾ വിതച്ചിട്ടുണ്ടോ അത് കൊയ്യുന്ന ഇയർ ഓഫ് ഹാർവസ്റ്റ് ആണ് സംഭവിക്കാൻ പോകുക. അപ്പോൾ സ്തോത്രം, നമ്മെ യഹോവ വർദ്ധിപ്പിക്കും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ഈ 2026 ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? സ്തോത്രം. യഹോവ നമ്മെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ആവർത്തന പുസ്തകം 1:11 വാക്യം കൂടെ വായിച്ച് നിർത്താം. അവിടെ ഒറ്റ വാക്കിൽ ഞാൻ എടുക്കുന്നത്, യഹോവ നമ്മെ 1:11 യഹോവ നമ്മെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ ആ യഹോവ നിന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാക്കല്ലേ? നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മതി. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ 2026 നമ്മൾ വിശ്വസിക്കണം, കർത്താവ് നമ്മെ വർദ്ധിപ്പിക്കാൻ പോകുക. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മണ്ഡലങ്ങളിലും വർദ്ധിപ്പിക്കാൻ. കണ്ണുകളടയട്ടെ. ഈ രാത്രിയിൽ നോ മാറ്റർ എന്ത് അല്ല സ്തോത്രം, നോ മാറ്റർ വാട്ട്സ് ഗോയിങ് ഓൺ യുവർ ലൈഫ് റൈറ്റ് നൗ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതല്ല, അതിനേക്കാൾ വരെ ഐ ജസ്റ്റ് വാണ്ട് ടു ലെറ്റ് യു നോ ദാറ്റ് അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് ഇൻക്രീസ്. അല്ല സ്തോത്രം, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഇന്നൊരു പകൽക്കാലം, ഈ രാത്രി പ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ ജീവിതം എന്ത് തന്നെയായാലും, ഏത് സാഹചര്യമായാലും, അവസ്ഥകൾ നോക്കാതെ, സാഹചര്യം നോക്കാതെ, അല്ല നിങ്ങളുടെ അവസ്ഥകളെ നോക്കാതെ, അല്ല സ്തോത്രം, വർദ്ധിപ്പിക്കാൻ കഴിയുന്നൊരു കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവിന്റെ വർഷമായി മാറാൻ പോകുകയാണ്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും പറയുന്നു മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ചകളിൽ അല്ല സ്തോത്രം ദൈവം അനുവദിച്ചാൽ കൂടുതലായി ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അറിയട്ടെ.